ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്നൊരു ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടാണല്ലേ, മൈസൂർ സൂവിലേക്കാണ്. ഇവിടെ ഒന്ന് ഫസ്റ്റ് ടിക്കറ്റ് എടുത്ത്, ഇതിപ്പോൾ ടിക്കറ്റിന് എത്ര രൂപയെന്നൊന്നും ഓർമ്മയില്ല കേട്ടോ, ഇത് കുറച്ച് മുമ്പുള്ള വീഡിയോ ആണ്. അപ്പോൾ കുട്ടികൾക്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് രണ്ടാൾക്ക് എടുത്ത് മെല്ലെ വിടുകയാണ്. പക്ഷേ അവിടെ പിടിച്ച് കുട്ടികൾക്ക് എടുക്കാതെ എന്തായാലും അവിടെ കയറ്റൂല. ആദ്യം തന്നെ നമ്മൾ എത്തുന്ന ഒരു പക്ഷികളുടെ ഏരിയക്കാണ്. പക്ഷികൾ ഏതൊക്കെയാണെന്നൊന്നും അറിയില്ലെങ്കിലും പല ടൈപ്പ് സംഭവങ്ങളുണ്ട്. പിന്നെ ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ഒരു ഇത് കിട്ടില്ല കേട്ടോ, നെറ്റാണ്. അപ്പോൾ ശരിക്കും ഇങ്ങോട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് വീഡിയോ കിട്ടില്ല. പല ഐറ്റംസ് പക്ഷികളുണ്ട്. അതിലിപ്പം നമ്മളെ നാട്ടിലത്തെ നാടൻ കോഴി വരെ അതിൽ ഉണ്ട് കേട്ടോ. സത്യത്തിൽ ഇതിൻ്റെ ഒന്നും പേരുകൾ എനിക്കറിയില്ല കേട്ടോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം വായിച്ചിനി, ഇപ്പം മറന്നും പോയിന്. അടുത്തത് പിന്നെ പുലികളെ ഉണ്ടോ കണ്ടത്. 4 ആളെ നമ്മൾ കണ്ടത്. അതിൻ്റെ ഉള്ളിലുണ്ടോ അറിയില്ല. 2 ആൾ മുകളിലല്ല സുഖനിദ്രയിലാണ്. ഒരാളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ അവിടെ വന്ന് കണ്ട ദേഷ്യത്തിലാണോ അറിയില്ല. വയറ് കൊട്ടിച്ചാടി കിടക്കുന്നുണ്ടോ. പിന്നെ അടുത്തതായി നമ്മൾ കണ്ടത് കടുവനെ ഉണ്ടോ. കടുവ ഇങ്ങനെ ഉള്ളിലാണ്, ജസ്റ്റ് കാണുന്നേ ഉള്ളൂ. പിന്നെ സിംഹത്തിനാണ്. സിംഹം പിന്നെ ആൺസിംഹം ഒരു കൂട്ടിലും പെൺസിംഹങ്ങൾ മറ്റുള്ളതിലുമാണ്. സത്യമായിട്ടും ഈ ആൺസിംഹം മറ്റേ പെൺസിംഹത്തിനെ നോക്കി ഇങ്ങനെ ഒരു ദയനീയമായി നിൽക്കുന്ന കാഴ്ചയുണ്ട് നമ്മൾ കാണുന്നത്. പിന്നെ ഈ ഒരു കുരങ്ങനെ ഞങ്ങൾ സത്യത്തിൽ ഇത് ഓണപ്പൂക്കളിട്ടിട്ടാന്നായിരുന്നു. അപ്പം നോക്കുമ്പോൾ അത് പിന്നെ ക്യാരറ്റാണ്. ക്യാരറ്റ് വെട്ടിയിട്ട് കൊടുത്തതാണ്. അത് കഴിക്കുന്നല്ല, എറിഞ്ഞ് കളിക്കാൻ നമ്മളെ കുട്ടികളെ കയ്യിലൊക്കെ എന്തെങ്കിലും കൊടുത്ത പോലുള്ള അവസ്ഥയാണ്. അത് കഴിഞ്ഞ് ഇയാളെ കൂട്ടുപോയി നോക്കിയപ്പോൾ ആളവിടെ ഒന്നും കാണാമല്ലോ. നോക്കിയപ്പോൾ നല്ല മുകളിലിരുന്ന് ഫുൾ കാഴ്ച, സൂലെ ഫുൾ കാഴ്ചകളോടെ കാണാനിട്ട്. ഞങ്ങൾ കുറേ നേരം നോക്കി നിൽക്കുകയാണ്. കണ്ടപ്പോൾ മൂപ്പര് മെല്ലെ ഇറങ്ങി. പിന്നെ അവിടെ ഒരു ഇതിമ്മൽ ചാരി നിന്ന് ബാക്കിയുള്ളതൊക്കെ ചിന്തിച്ചപ്പോൾ ഞങ്ങളൊന്നും ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് നോക്കിയിട്ട് തിരിച്ച് പിന്നെ കൂടിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോകട്ടെ. ഇത് പിന്നെ എൻ്റെ കൂടെ കുറച്ച് കുരങ്ങന്മാരുണ്ടായിന്. അപ്പോൾ ഓല ആ കൂട്ടത്തിൽ കുരങ്ങൻ്റെ മൊത്തമായിട്ടുള്ള ഫോട്ടോൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ കേട്ടോ. പിന്നെ എടുത്തൊടുത്ത് കാരണം സ്വന്തം വർഗ്ഗക്കാരെ കാണുമ്പോൾ അങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞ് വീണ്ടും ഇയാൾ തന്നെയാണ്. ഇതടുത്ത സെക്ഷനിലാണ്, കൂട്ടിലാണ്. പിന്നെ ഒക്കെ ഇങ്ങനെ കയറി ഇരുന്ന് ചിന്തിക്കുക തന്നെ, എന്താണെന്നാവോ ഇതൊക്കെ പാടെ എങ്ങനെ ഇവിടുന്ന് ചാടാന്നാണോ, ഇതെങ്ങനത്തെ പാടെ കത്തിക്കാന്നാണോ. പിന്നെയും കുരങ്ങന്മാരെന്നെ കേട്ടോ. ഇത് സാധാ ഒരു നാടൻ ഐറ്റംസ് തന്നെ. ഇത് നമ്മൾ അവിടെ ഒരു ഏകദേശം ഉള്ളതൊക്കെ കുരങ്ങന്മാർ തന്നെയാണ് ഈ ഒരു ഭാഗത്ത്. പിന്നെ ഒരു ഭാഗത്ത് കാര്യമായിട്ടുള്ള മാനുകളും. ഇതാണ് ഇപ്പോൾ കാര്യമായിട്ട് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. ഈ സാധനങ്ങൾ എപ്പോഴും ഒരു കുറ്റിമ കയറി ഇങ്ങനെ ഇരിക്കുക ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക തോന്നുന്നുണ്ട്. കുറ്റിമേലായ സമയത്തുണ്ടാവില്ല. പിന്നെ അടുത്തതാ നമ്മളിപ്പോൾ ഐറ്റംസ് സംഭവം ഉറക്കില്ലാന്ന് തോന്നുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ നോക്കി നിന്നിങ്ങനെ ജസ്റ്റ് കുറേ വിളിച്ചൊക്കെ നോക്കി. പക്ഷെ ഉറങ്ങുക, പിന്നെ ഡിസ്റ്റർബ് ചെയ്തില്ല കേട്ടോ. അങ്ങനെ എല്ലായിടന്ന് പോകുന്നത്. വീണ്ടും പുലികൾ തന്നെയാണ്. ഒരു നല്ല 2 ആളും കപ്പിൾസായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഒരേ ഭാഗത്തേക്ക് നോക്കി ഇങ്ങനെ കിടക്കുന്നുണ്ട്. എത്ര അങ്ങോട്ടും ഇങ്ങോട്ട് വിളിച്ചിട്ടും ഇങ്ങോട്ട് നോക്കില്ല. അടുത്തതായി സീബ്ര ഉണ്ടോ. സീബ്ര ആണെങ്കിൽ ഒരു പച്ച പാവങ്ങളായിട്ട് ഇങ്ങനെ പുല്ലൊക്കെ തോണ്ടിങ്ങനെ നടക്കുകയാണ്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ഏരിയയിലൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ വായ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങനെ കട്ടായി വരാൻ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. അവിടെ കൃഷികളൊക്കെ ഉണ്ട്. പിന്നെ കരടിൻ്റെ സെക്ഷനാണ്. കരടിതാ എന്താണെന്നറിയില്ല, ഭക്ഷണത്തിന് വിശന്നിട്ടാണോ പിരാന്തായിട്ടാണോ അറിയില്ല. ഈ കളി തന്നെ ഞങ്ങൾ അവിടുന്ന് പോരുള്ളൂ, ആ കളി തന്നെ കളിച്ചുകൊണ്ടിരിക്കണേ. പിന്നെ അവിടെ ഒരു ചെറിയൊരു വാട്ടറിൻ്റെ ഒരു സംഭവമുണ്ട്. അങ്ങനെ നമുക്ക് മ്യൂസിക് വാട്ടർ നല്ലതാണ്, അങ്ങനത്തെ സാധനം അത് കണ്ടിക്കുക. പിന്നെ പോയാൽ മാനുകളാണ്. അതൊരു രക്ഷയില്ല. കൂട്ടങ്ങളായിട്ട് പല ടൈപ്പും, കൊമ്പുള്ള കൊമ്പില്ലാത്ത, പുള്ളില്ലാത്ത. അങ്ങനെ പറയുമ്പോൾ എന്താ കലമാന്, അങ്ങനെ എല്ലാ ഐറ്റംസും മാനുകളുണ്ട്. പിന്നെ ആനകളാണ് കേട്ടോ. ഇത് കാട്ടുന്ന ലൈവായിട്ട് തന്നെ കണ്ടുകൊണ്ട് വലിയൊരു ഇത് തോന്നുന്നില്ല. ഞങ്ങൾ കുട്ടികളെ അടുക്കള നല്ല സെറ്റിനെ കണ്ടിന്. ഈ സാധനത്തിനൊക്കെ റൂട്ടുമ്പോൾ വെച്ച് തന്നെ കണ്ടിന്. പിന്നെ ഒരു ആനയാണത്. ആനക്ക് എന്തോ ഒരു അസുഖം വന്നിട്ട് ശോഷിച്ചു പോയിന്, ഏകദേശം ചാവാനായിക്കണ ഒരവസ്ഥയാണ് കേട്ടോ. പിന്നെ ഒരു കരടിയുണ്ട്. ആ നേരത്തെ കരടിനോട് പറഞ്ഞ അതേ അവസ്ഥ തന്നെ. ഇതിനും എന്തോ പിരാന്തായി തോന്നുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് നടക്കുക തന്നെ.
പിന്നെ ഇയാൾ നമ്മളെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്, പക്ഷെ ചളി കളിച്ച സ്മെല്ലടിച്ചിട്ട് ആ ബൈക്ക പോകാൻ വയ്യ. ഫുൾ ടൈം ചളിയില്ല, ചളി നീന്തി കളിക്കണ പണിയാണ്. അടുത്ത കങ്കാരുകളാണ്. ഒരു നല്ല ഭക്ഷണം കഴിക്കലാണ്, പക്ഷെ ഞങ്ങൾ ഫോട്ടോ എടുക്കണപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് പോസ് ചെയ്തൊക്കെ തന്ന് നല്ല വൃത്തിക്ക് തന്നെ കഴിക്കണം. പിന്നെ ഇയാളെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല, ചുമര് ഇടിച്ച് പൊളിച്ച് പുറത്തെടുക്കാനുള്ള പരിപാടിയാണെന്ന് അറിയില്ല. എന്തായാലും കുത്തി മരത്തി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് അടുത്ത ടീം ഇതിറ്റങ്ങൾ ഈ ചത്ത പോലെ ഇങ്ങനെ കിടക്കുക ചെയ്യുക. എവിടെ പോലെ ഇതിന് ഉണ്ടാക്കി വെച്ചാൽ നേരത്തെ ആരെങ്കിലും തൊട്ട് പോയാൽ കഴിഞ്ഞും ചെയ്ത്. ഇതാണ് അവസ്ഥ. പിന്നെ ഈ മീൻ അതേപോലെ കുളം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് പക്ഷികൾ ഉണ്ടാവുമല്ലോ, പേരുകൾ അറിയില്ല. അപ്പോൾ ഓരൊക്കെയാണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ മൊത്തമായിട്ട് കുറച്ച് കുളവും അവിടെ മീനിട്ട് കൊടുക്കലായിരിക്കും. ഏതായാലും അതിന് മീൻ പിടിച്ച് ഇങ്ങനെ ജീവിക്കണ കുറച്ച് സംഭവങ്ങൾ മറ്റേ നമ്മളെ നാട്ടിൽ തന്നെ ചെമ്പരത്തില്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതിൽ ആണ് അവരുടെ കളി. അടുത്തത് പിന്നെ ചീങ്കണ്ണി, ചുണ്ടിനിങ്ങനെ നീളമുള്ള ടൈപ്പ്. അപ്പോൾ അതുപോലെ തന്നെ ആമകൾ നിങ്ങൾ കാണണ്ടോ അറിയില്ല, ഈ ഒരു വക്കത്ത് ഫുള്ള് ആമകൾ വിരിക്ക് നിൽക്കുകയാണ്. ശരിക്കും എന്തോ സമ്മേളനത്തിനൊക്കെ പോകാൻ വേണ്ടി നിൽക്കണ പോലെ അട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. ആമകൾ തന്നെയാണ് കാര്യമായിട്ട് ഈ ഒരു ഏരിയയിൽ. പിന്നെ വലിയ ആമകളൊക്കെ ഉണ്ട്, അതൊക്കെ വലിയ സൈസ് ആമേനെ. പിന്നെ മുതലകളും, ഇതാണ് കാര്യമായിട്ട് ഈ ഒരു ഭാഗത്ത് കാണാനുള്ളത്. പിന്നെ യമുണ്ട്, അതുപോലെ തന്നെ പിന്നെ അടുത്ത് വന്നിട്ട് ജിറാഫാണ്. ജിറാഫിൻ്റെ ഏരിയയിൽ പോയാൽ നല്ല രസമായിട്ടുള്ള കാണാൻ. പൊന്തിങ്ങ നിൽക്കല്ലേ, എല്ലായിടത്തും നല്ലതായിട്ട് കാണാം. 2 ടൈപ്പ് ഉണ്ട്, ഒരു നല്ലൊരു കോഫി ബ്രൗൺ കളറും ലൈറ്റ് ബ്രൗണും. അങ്ങനെ 2 കളറിലാണ് സാധനം ഉള്ളത്. ഞാൻ പെണ്ണങ്ങനെ വ്യത്യാസം ഉണ്ടോയെന്ന് അറിയില്ല. ചെറിയ കുട്ടിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് അത് കാണാൻ. അപ്പോൾ ഇവിടെ ഇനി ഒരു പാമ്പിൻ്റെ സെക്ഷൻ ഉണ്ട് കേട്ടോ, അത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബായ്.